നമസ്കാരം. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും ലഭിക്കാതെ പോയവരാണോ നിങ്ങൾ? റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ഇതിനായി ഡിസംബർ 10 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ്. തുടർന്നുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയാൽ അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്നതായിരിക്കും. സംസ്ഥാനത്ത് 60,000 മുൻഗണനാ കാർഡുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 12,000 മഞ്ഞ കാർഡുകളും 48,000 പിങ്ക് കാർഡുകളുമാണ് വിതരണം ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. കളക്ടർ, ജില്ലാ സപ്ലൈ ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ് തുടങ്ങിയവിടങ്ങളിൽ റേഷൻ കാർഡ് മുൻഗണനാ ക്രമത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുകയില്ല. അനർഹരെ കണ്ടെത്താൻ ഭക്ഷ്യവകുപ്പ് നടത്തിയ ഓപ്പറേഷൻ യെല്ലോ പരിശോധനയിൽ 1.75 ലക്ഷം കാർഡുകളായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇങ്ങനെ അനർഹമില്ലാത്തവരുടെ കാർഡുകൾ കണ്ടെത്തി ചെയ്താണ് പുതുതായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരെ കണ്ടെത്തി വിതരണം ചെയ്യുന്നത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഭക്ഷ്യധാന്യവും ലഭിക്കുന്നതായിരിക്കും. 2009 BPL പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രവും 2009 BPL പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ മുൻഗണനാ വിഭാഗത്തിലേക്ക് അർഹരാണെന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, സ്ഥലമില്ലാത്തവർക്ക് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം, വരുമാന സർട്ടിഫിക്കറ്റ്, വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, നികുതി ചീട്ട് പകർപ്പ്, ഗുരുതര രോഗമുള്ളവർക്ക് ഡോക്ടറുടെ സാക്ഷ്യപത്രം, പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ബന്ധപ്പെട്ട അധികാരിയുടെ സാക്ഷ്യപത്രം എന്നിവയാണ് മുൻഗണനാ കാർഡിന് ലഭിക്കുന്നതായി അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ. കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.